കൽപ്പറ്റ നഗരസഭയുടെ ചെയർമാൻ സ്ഥാനം LDF-നാണ്. LDF സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചിരിക്കുകയാണ്. അതിനൊരു പ്രത്യേകതയുള്ളത് പി വിശ്വനാഥൻ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പണിയ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ചെയർമാനാണ് പി വിശ്വനാഥൻ. ആദിവാസി ക്ഷേമ സമിതിയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് കൂടിയായ പി വിശ്വനാഥനാണ്. എടഗുനി ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പി വിശ്വനാഥനെ കൽപ്പറ്റ നഗരസഭയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ദിലീപ് കുമാർ, ഇതൊരു പൊതുചരിത്രമാണ്. കൽപ്പറ്റ നഗരസഭ പി വിശ്വനാഥൻ ചെയർമാനായിരിക്കുന്നു. അത് പണിയ സമുദായത്തിൽ നിന്നുള്ള ആദിവാസി ഗോത്ര വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പണിയ വിഭാഗത്തിലുള്ള രാജ്യത്തെ തന്നെ ചരിത്രത്തിലെ ആദ്യത്തെ ചെയർമാൻ എന്നുള്ള പേരാണ് ഇപ്പോൾ പി വിശ്വനാഥിന്റെ പേരിൽ കുറിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം വിജയിച്ചത് എടഗുനി ഡിവിഷനിൽ നിന്നാണ്. 2015-2020 കാലഘട്ടത്തിൽ അദ്ദേഹം ഈ കൗൺസിലിൽ ഉണ്ടായിരുന്നു. നഗരസഭ കൗൺസിലറായി പ്രവർത്തിച്ചതിന്റെ പ്രാവീണ്യമുണ്ട്. പിന്നീട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സംവരണമാണ്, ജനറൽ സംവരണമാണ്, അങ്ങനെ SC സംവരണമാണ്. അങ്ങനെ ഇപ്പോൾ ചെയർമാനായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു. 17 വോട്ടുകളാണ് നേടിയത്. 11 വോട്ടുകളാണ് UDF-ന് ഉള്ളത്. ഒപ്പം തന്നെ 2 സീറ്റുകൾ BJP-ക്കുമുണ്ട്. അങ്ങനെയാണ് കൗൺസിലിലെ ഒരു കക്ഷിനില. എന്തായാലും LDF-ന് കൃത്യമായ രീതിയിലുള്ള ഒരു ആധിപത്യം ഇതിനകത്തുണ്ട്. RJD-ക്ക് 1 സീറ്റുണ്ട്. ഒപ്പം CPI-ക്ക് 2 സീറ്റുണ്ട്. വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയായി CPI-യുടെ സൗമ്യയാണ് ഇവിടെ മത്സരരംഗത്തുള്ളത്. മറ്റ് 2 നഗരസഭകൾ, അത് ബത്തേരി നഗരസഭ UDF-നാണ്. ഒപ്പം തന്നെ മാനന്തവാടി നഗരസഭയും UDF-നൊപ്പമാണ്. മാനന്തവാടിയിൽ ജേക്കബ് സെബാസ്റ്റ്യനാണ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അത് 2 ടേമുകളായി, കോൺഗ്രസിലെ തന്നെ 2 ടേമുകളായാണ്, 2.5 വർഷം മറ്റൊരു ആളെയാണ് ചെയർമാനായി തെരഞ്ഞെടുക്കുക. ആദ്യ ഘട്ടത്തിൽ ജേക്കബ് സെബാസ്റ്റ്യനാണ് ഇപ്പോൾ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. റസീന അബ്ദുൽ ഖാദറാണ് സുൽത്താൻ ബത്തേരി നഗരസഭയുടെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് നടന്ന ആ തെരഞ്ഞെടുപ്പിൽ LDF-ലെ PS ലിഷയെ 14-നെതിരെ 21 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് റസീന അബ്ദുൽ ഖാദർ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ലീഗ് വിമതനായ ചീനപ്പുല്ലിൽ നിന്ന് വിജയിച്ച നൌഷാദ് മംഗലശ്ശേരിയുടെ പിന്തുണയും UDF-ന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വനിതാ ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് റസീന അബ്ദുൽ ഖാദർ. പി വിശ്വനാഥൻ ആദിവാസി ക്ഷേമ സമിതിയുടെ നേതാവാണ്, CPI-ന്റെ നേതാവാണ്. എടഗുനി ഡിവിഷനിൽ നിന്നാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. അത് മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഇപ്പോൾ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ കൗൺസിൽ ഹാളിൽ സംസാരിക്കുകയാണ്.